IPL എങ്ങനെ കളിക്കണമെന്ന് ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ് ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ. അങ്ങനെ എത്തിയ ഒരാളിന്ന് നമ്മുടെ ഒപ്പം ഉണ്ട്. സോ വെൽക്കം ബാസിത് ബ്രോ. നമ്മുടെ ഭയങ്കര അഭിമാനമാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി IPL ൽ എത്തിയ താരമാണ്. സോ നമ്മുടെ പേജിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെ IPL ലേക്ക് എത്താന്നുള്ളത്. അത് ഭയങ്കര ഒരു പ്രോസസ് ആണെന്നുള്ളത് ബാസിത് ബ്രോയ്ക്ക് അറിയാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, റൂട്ട് ക്ലിയർ ആവും. അപ്പോൾ ഒന്ന് പറയാമോ? മെയിൻ ഇപ്പോൾ IPL കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 22-23 കളിച്ചത്. അപ്പോൾ ആ കൊല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ സീനിയർ ടീമിൽ ആദ്യമായിട്ട് ഡെബ്യൂ ചെയ്യുന്ന ആ കൊല്ലമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ പറയുക വെച്ചാൽ ഇതൊരിക്കലും മറ്റേ ഒറ്റയടിക്ക് വരുന്ന സംഭവമല്ല. നമ്മളത് ഓരോ കൊല്ലം കളിച്ച് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. ഒരു 7-8 കൊല്ലത്തിൻ്റെ പണിയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു കൊല്ലത്തിൽ അല്ലാതെ തന്നെയാണ്. അപ്പോൾ നമ്മൾ 1, 2, 3 കൊല്ലത്തിലൊന്നും കിട്ടിയില്ല അതോ അങ്ങനെ പ്രതീക്ഷ നിൽക്കരുത് ഒരിക്കലും. നമ്മൾ നമ്മുടെ പ്രോസസ്സിൽ വിശ്വസിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആ സിൻസിയർ ആയിട്ടുള്ള കാര്യത്തിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ആ ഒറ്റയ്ക്ക് ഒരു ഇയറിലായിരിക്കും ഒരു റിസൾട്ട് വരുന്നത്. പക്ഷെ അത് ഏത് ഇയറിലാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 5 കൊല്ലമായിരിക്കും, ചിലപ്പോൾ 10 കൊല്ലമായിരിക്കും. അപ്പോൾ ആ ഒരു കൊല്ലം കിട്ടാനായിട്ട് നമ്മൾ അതിന് മുമ്പത്തെ എത്ര കൊല്ലമാണോ അത്രയും കൊല്ലം നമ്മൾ സിൻസിയറായിട്ട് പണിതാൽ ഒരു കൊല്ലം നമുക്കായിട്ട് വേണ്ടി വരും. ഹാർഡ് വർക്ക് ആണ്, അതാണ് മെയിനായിട്ട്. ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്. നമ്മൾ അവിടെ എന്താണോ നമുക്ക് ആവശ്യം കയറി പോകാൻ എന്താണോ ആ പോയിന്റ് വേണ്ടത് അത് നമ്മൾ കറക്റ്റ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പോൾ ഒരു ഗ്രോയിങ് ക്രിക്കറ്ററാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, കുറേ കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ എനിക്ക് എങ്ങനെ കളി എവിടെ പോയാലാണ് എനിക്ക് ഇതിൻ്റെ സ്റ്റാർട്ട് കിട്ടുക. എല്ലാവരും ഡൗട്ടാണല്ലോ, അതായത് എവിടെ പോകണം, കോച്ചിങ്ങിന്, അക്കാദമി, അങ്ങനെ ഭയങ്കര ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ യൂഷ്വലി മനസ്സിലാക്കിയിരിക്കുന്നത് അമച്ചർ ടൂർണമെന്റുകളൊക്കെ കളിക്കുന്നു, അവിടെ നിന്ന് ഡിവിഷൻ, പിന്നെ കയറി ഡിവിഷൻ, പിന്നെ KCL, IPL അങ്ങനെയാണ്. അത് തന്നെയാണോ അതിൻ്റെ കറക്റ്റ് പ്രോസസ്സ്? അത് തന്നെ കാര്യം. മെയിനായിട്ടെന്ന് പറയാൻ നമ്മളെ മാച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഞാനിപ്പോൾ അണ്ടർ 16 ഞാൻ സ്റ്റേറ്റ് കളിക്കുന്നത് ആദ്യമായിട്ട്. അണ്ടർ 16 കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കളിക്കുന്ന സീനിയറാണ്. ഞാനൊരു 7-8 കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സ്റ്റേറ്റ് കളിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഇത്രയും കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ചുകൊണ്ട് ഇപ്പം ഞാൻ മാച്ചസ് അത്രയും കളിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കുറേ മാച്ചസ്, അത് വലുത് ചെറുതൊന്നുമില്ല, ഏതൊക്കെ എവിടെയൊക്കെ മാച്ച് കിട്ടുന്നുണ്ടോ എല്ലാം പോയി കളിക്കാൻ നോക്കുക. കുറേ മാച്ച് കളിക്കാൻ നോക്കി. നമ്മളെ കുറേ മാച്ച് കളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ പിന്നെ പയ്യെ റണ്ണ് കൺസിസ്റ്റൻ്റ് അടിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നാണ് അതിന് ഏറ്റവും നന്ദി പറയുന്നത് നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ. കാര്യം ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് ഇവർ ഒരു ക്ലബ് ചാമ്പ്യൻഷിപ്പും ഒരു പ്രസിഡൻസ് കപ്പും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം നമുക്ക് ഓപ്പൺ ആവാനായിട്ടൊരു എന്താ പറയുക, ഒരു സ്റ്റേജ് ഇല്ലായിരുന്നു. എല്ലാവരും നോക്കുന്നൊരു സ്റ്റേജ് ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് കറക്റ്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ് പ്രസിഡൻസ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഏറ്റവും തുറന്നേക്കണേ കേരള ക്രിക്കറ്റ് ലീഗ്. ഇതിലും വലിയ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടാനില്ല. കാര്യം KCL കളിച്ച് നമ്മൾ ഒരു ഇന്നിങ്സ് മതി ലൈഫ് മാറാൻ. ഒരു കിഡിൽ ഇന്നിങ്സ് കളിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ടീമിൻ്റെയും സ്കൗട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവർ ട്രയൽസിന് വിളിക്കും. നമ്മുടെ ഇപ്പോൾ KCL തന്നെ കുറേ പേർക്ക് ഓട്ടോമാറ്റിക് വിളിച്ചിട്ടുണ്ട്, കോൾ വന്നിട്ടുണ്ട് കുറേ പേർക്ക്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് തുറന്നേക്കുന്നത് തന്നെ. കാര്യം അത് തന്നെ സ്റ്റാർ സ്പോർട്സ് ലൈവ് ഒരു 10 മാച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മൾ മുസ്താഖലി വരുമ്പോഴും നമ്മൾ എന്ന് വെച്ചാൽ KCL മുമ്പ് മുസ്താഖലി വരുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ലൈവ് മാച്ച് പറഞ്ഞാൽ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആൾക്കാർ എന്താ പറയുക, അപ്പോഴാണ് നമ്മളെ നോട്ട് ചെയ്യുള്ളൂ കൂടുതലായിട്ട്. പിന്നെ അതുപോലെ നല്ല ടീമായിട്ട് മാച്ചസ് വരുമ്പോൾ അതിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ നോക്കും നമ്മളെല്ലാവരും. ഇനിയും നല്ല അവസരങ്ങൾ കിട്ടി വരങ്ങളിലേക്ക് പോട്ടെ. താങ്ക് യു.